ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കസൂരി എന്നറിയപ്പെടുന്ന ഷെയ്ഫുള്ള ഖാലിദ് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ. അക്രമത്തിന്റെ ഉത്തരവാദിത്വം കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തത്ബയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് TRF. ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഷെയ്ഫുള്ള ഖലീദ് കസൂരി ആരാണ്? പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ടവൻ. ഭീകരവാദ സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി. പാക് ഭീകരനും ലഷ്കർ ഇ ത്വയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സെയ്ദുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് പ്രവർത്തനം. സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് കസൂരിയെ വിളിക്കുന്നത് തന്നെ. വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ കസൂരി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. 2 മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികർക്കായി പ്രസംഗിച്ചിരുന്നു. പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരിൻഗട്ടിന്റെ ക്ഷണമനുസരിച്ചെത്തിയ കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുമെന്നടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. 2019 ഇന്ത്യ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നയത്തിൽ കസൂരി പരസ്യമായി നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ ത്വയ്ബയുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 2-ന് ഖൈബർ പഖ്തൂൺഖ്വയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം നൽകിയിരുന്നു. 2026 ഫെബ്രുവരിക്ക് മുൻപ് കാശ്മീർ പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാകുമെന്നുമായിരുന്നു കസൂരിയുടെ പരാമർശം. വരും ദിവസങ്ങളിൽ മുജാഹിദീൻ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്നും അന്നത്തെ പ്രസംഗങ്ങൾ പറഞ്ഞിരുന്നു. അബട്ടാബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിട്ടുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു. ലഷ്കർ ഇ ത്വയ്ബയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മാർക്സി മുസ്ലിം ലീഗ് SML എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ കസൂരിയും പങ്കെടുത്തിരുന്നു. ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി കസൂരി തിരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും. ലഷ്കർ എ ത്വയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി. പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ എ ത്വയ്ബയുടെ മറ്റൊരു രൂപമായ ജമാത്ത് ഉദവായുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു. JUDA 2016 US ഭീകരവാദ പട്ടികയിലും 2009 UN ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.